റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഉത്സവത്തിനൊരുങ്ങി ഗുരുഭവനപുരി. ആനയോട്ടവും കൊടിയേറ്റവും ശനിയാഴ്ച. തത്വകലശാഭിഷേകം നടന്നു. അത്താണി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം യുവ ഡോക്ടറെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിക് വിഭാഗം ഡോക്ടർ മുഹമ്മദ് റയാനാണ് മരിച്ചത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. എരയാംകുടി സ്വദേശി വിവേകിനാണ് പരിക്കേറ്റത്. ചാലക്കുടി മോതിരക്കണ്ണിയിൽ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ തുടർച്ചയായി ആനയിറങ്ങുന്നതോടെ ഭീതിയിൽ പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. രാവിലെ നടക്കുന്ന ആനയില്ല ശിവേലിക്കും ഉച്ചകഴിഞ്ഞ് 3-ന് നടക്കുന്ന ആനയോട്ടത്തിനും ശേഷം രാത്രിയിലാണ് കൊടിയേറ്റം നടക്കുക. സ്വർണധ്വജത്തിൽ സപ്തവർണ്ണ കൊടി ഉയരുന്നതോടെ ഗുരുഭവനപുരി ഉത്സവലഹരിയിലാകും. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിക്കുന്നതിന് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കാറുള്ള ചടങ്ങുകളാണ് ആനയില്ലാ ശിവേലിയും ആനയോട്ടവും. ഉച്ചകഴിഞ്ഞ് 3-നാണ് ആനയോട്ടം. സന്ധ്യയ്ക്ക് 6:30-ന് കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രിക്ക് കുറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തും. തുടർന്ന് മുളയറയിൽ ധാന്യങ്ങൾ വിതയ്ക്കും. സപ്തവർണ്ണ കൊടിക്കൂറയിലേക്ക് ദേവചൈതന്യം സന്നിവേശിപ്പിച്ചതിന് ശേഷം തന്ത്രി കൊടിയേറ്റം നടത്തും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും രാവിലെ പ്രസാദമായി കഞ്ഞിയും പുഴുക്കും നൽകും. ദിവസവും കാഴ്ചശിവേലിക്ക് പ്രഗത്ഭരുടെ മേളം അകമ്പടിയാകും. രാത്രിയിൽ ശ്രീഭൂതബലിക്ക് ഗുരുവായൂരപ്പനെ വടക്കേനടയിൽ എഴുന്നള്ളിച്ചു വയ്ക്കും. പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഗുരുവായൂരപ്പന് മുന്നിൽ തായമ്പക അവതരിപ്പിക്കാൻ തുടക്കക്കാർ മുതൽ പ്രഗത്ഭർ വരെ എത്തും. ദിവസവും 3 തായമ്പകയാണ് ഉണ്ടാവുക. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും 2 താൽക്കാലിക വേദികളിലുമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറും. മാർച്ച് 8-നാണ് പള്ളിവേട്ട. 9-ന് ആറാട്ടിന് ശേഷം കൊടിയിറക്കത്തോടെ ഉത്സവത്തിന് സമാപനമാകും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശാഭിഷേകം നടന്നു. പാണിവാദ്യത്തിന്റെ അകമ്പടിയോടെ 975 വെള്ളിക്കുംഭങ്ങളിലും 26 സ്വർണ്ണകുംഭങ്ങളിലും കലശദ്രവ്യങ്ങളും ജലവും നിറച്ചു. തൃപ്പുകയ്ക്ക് ശേഷം സഹസ്രകലശം അഭിഷേകം ചെയ്യാനുള്ള ഭഗവാന്റെ അനുവാദവും അനുഗ്രഹവും തേടുന്ന അനുജ്ഞ എന്ന പ്രാർത്ഥനാ ചടങ്ങും നടന്നു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് തത്വകലശാഭിഷേകം നിർവഹിച്ചത്. 1000 കലശാഭിഷേകവും ബ്രഹ്മകലശാഭിഷേകവും വെള്ളിയാഴ്ച നടക്കും. വടക്കാഞ്ചേരി അത്താണി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം യുവ ഡോക്ടറെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിക് വിഭാഗം ഡോക്ടറായ മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി മടപ്പള്ളി വീട്ടിൽ മുഹമ്മദ് റയാൻ ആണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കോലം കെട്ടുന്നതിനിടയിൽ ആനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. എരയാംകുടി തുറനെല്ലൂർ മനയിൽ വിവേകിനാണ് പരിക്കേറ്റത്. കോലമെടുത്ത് ആനപ്പുറത്തേക്ക് കൊടുക്കുമ്പോഴാണ് സംഭവം. ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി മോതിരക്കണ്ണിയിൽ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിച്ചു. മോതിരക്കണ്ണി പള്ളിക്ക് സമീപം തരിപ്പായി മേരി, കോൾക്കുന്ന് മേരി എന്നിവരുടെ വീട്ടുപറമ്പുകളിലാണ് ആനകൾ നാശനഷ്ടം വരുത്തിയത്. വാഴ, കവുങ്ങ് തുടങ്ങിയവയാണ് പ്രധാനമായും പിഴുതെറിഞ്ഞത്. പ്രദേശത്തെ കുടിവെള്ള പൈപ്പും ആനകൾ തകർത്തു. 2 മാസത്തിനിടെ ഇത് 4ാം തവണയാണ് പൈപ്പ് നശിപ്പിക്കുന്നത്. വിവരമറിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തി.
അളഗപ്പനഗർ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കൃഷിനാശം വരുത്തിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. തെക്കേക്കര, പുളിഞ്ചോട്, വരാക്കര പാടശേഖരങ്ങളിലും മറ്റ് കൃഷിസ്ഥലങ്ങളിലും ഇറങ്ങിയ പന്നികളെയാണ് വ്യാഴാഴ്ച പുലർച്ചെ വെടിവെച്ചു കൊന്നത്. പഞ്ചായത്ത് നിയോഗിച്ച അംഗീകൃത ഷൂട്ടറായ സുദർശൻ മാത്തോളിയാണ് പന്നികളെ വെടിവെച്ചത്. വാർഡ് മെമ്പർ സിനി ബിജു, കർഷകരായ രാജു കിഴക്കൂടൻ, MN ശശിധരൻ, NK പ്രദീപ് എന്നിവർ ദൌത്യത്തിൽ പങ്കാളികളായി. വെടിവെച്ചു കൊന്ന പന്നികളെ പിന്നീട് മണ്ണെണ്ണയൊഴിച്ച് കുഴിച്ചുമൂടി. തുടർന്നുള്ള ദിവസങ്ങളിൽ പന്നികളെ തുരത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അറിയിച്ചു. LDF, UDF മുന്നണികളുടെ കൂട്ടുകച്ചവടത്തിനെതിരെയും MLAയുടെ ജനവഞ്ചനയ്ക്കെതിരെയും നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചു. ജാഥ ക്യാപ്റ്റൻ റിനി കൃഷ്ണപ്രസാദിനെ പതാക കൈമാറി NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, സർജു തൊയക്കാവ്, ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് ഫെബിൻ ഫ്രാൻസിസ്, ജില്ലാ സെക്രട്ടറിമാരായ EP ഹരീഷ്, EP ഝാൻസി, സജിനി മുരളി തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് 12 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. CPM, DYFI നേതാക്കളും പ്രവർത്തകരുമായി 12 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു മണവാളൻ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. കല്ലും വടിയും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ ആരോപിക്കുന്നതനുസരിച്ചാണ് വിവിധ വകുപ്പുകളിൽ കേസെടുത്തിരിക്കുന്നത്. പോലീസ് കേസെടുക്കാത്തതിനാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാള സ്റ്റേഷനിൽ എത്തി പ്രതിഷേധിച്ചിരുന്നു. ഗുരുവായൂരിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വളർത്തുനായ ചത്തു. ചാമുണ്ടേശ്വരി ചേറൂസ് ലൈനിൽ ഗീതയുടെ ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായയാണ് ചത്തത്. വൈദ്യുതി നിലച്ചതിനെ തുടർന്ന് പരിസരവാസികൾ വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് നായയെ ചത്ത നിലയിൽ കണ്ടത്. ഉടൻ തന്നെ KCB അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ഗുരുവായൂർ ദേവസ്വം നിർമ്മിച്ച സ്ലാബ് മതിൽ മണിക്കൂറുകൾക്കകം അജ്ഞാതർ തകർത്തു. തെക്കേനടയിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ വസതിയോട് ചേർന്നുള്ള പറമ്പിലെ മതിലാണ് തകർത്തത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. 2 ഏക്കറോളം വരുന്ന ദേവസ്വം വക സ്ഥലത്ത് 30 മീറ്റർ ദൂരത്തിലാണ് ബുധനാഴ്ച മതിൽ നിർമ്മിച്ചത്. അതേസമയം കാനയ്ക്ക് സമീപത്തായി ദേവസ്വം അനധികൃതമായി മതിൽ നിർമ്മിക്കുന്നുവെന്നാരോപിച്ച് നാട്ടുകാർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. സിന്ധു പാലയൂരിന്റെ പ്രഥമ കവിതാ സമാഹാരമായ സ്വപ്നത്തിന്റെ തുടർച്ചകൾ പ്രകാശനം ചെയ്തു. ചിറ്റിലപ്പള്ളി IES സ്കൂളിൽ നടന്ന ചടങ്ങിൽ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി പ്രകാശനം നിർവഹിച്ചു. രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ വിദ്യാർത്ഥി അനന്തകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. വേണു കേദാരം പുസ്തക പരിചയം നടത്തി. വിജു M രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക CA ബീന, ജോഷി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവരും ഇത്രയധികം ആളുകൾ ഉപയോഗിപ്പിക്കാനുള്ള ഭാഷ എനിക്ക് ഇതിനകത്തുണ്ട്. മാന്നാമംഗലത്ത് നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. മാന്നാമംഗലം, പുഴമ്പള്ളം, മരത്താക്കര, ഒല്ലൂർ വഴി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് പുതിയ KSRTC ബസ് സർവീസ് ആരംഭിച്ചത്.
പഴുവിൽ പുത്തൻതോട് പഴയ പാലത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം സ്വദേശിയും ഇപ്പോൾ പഴുവിൽ കാരാൻമൂലയിൽ ഫ്ളാറ്റിൽ താമസക്കാരനുമായ സനീഷാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി ഷൊർണൂർ തടയണയിൽ കണ്ട മൃതദേഹം തിരിച്ചറിഞ്ഞു. ഷൊർണൂർ നോർത്ത് മുതലിയാർ സ്ട്രീറ്റിൽ താമസിക്കുന്ന റിട്ടയേർഡ് റെയിൽവേ ഉദ്യോഗസ്ഥൻ ലക്ഷ്മണൻ ആണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. ശ്രീനാരായണപുരം കട്ടൻ ബസാറിൽ ഹോണടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ സ്കൂൾ ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. ഉമരിയ പബ്ലിക് സ്കൂളിലെ ഡ്രൈവർ പടിഞ്ഞാറവെമ്പല്ലൂർ പുന്നില്ലത്ത് അൻസലിനാണ് മർദ്ദനമേറ്റത്. കുട്ടികളുമായി സ്കൂളിലേക്ക് പോകുന്നതിനിടെ മുന്നിൽ പോയ പഴക്കച്ചവടക്കാരുടെ വാഹനത്തെ മറികടക്കുന്നതിനായി അൻസൽ ഹോണടിച്ചതിനെ തുടർന്ന് വാക്കുതർക്കം നടന്നിരുന്നു. പിന്നീട് കുട്ടികളുമായി തിരിച്ചു പോകും വഴി ബസ് തടഞ്ഞു നിർത്തി പതിയാശ്ശേരി സ്വദേശികളായ ഷിഹാബ്, സുബൈർ എന്നിവർ ഇരുമ്പ് വടികൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് അൻസൽ പറഞ്ഞു. സാരമായി പരിക്കേറ്റ അൻസലിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വണ്ടിക്കാരായിട്ട് ചെറിയൊരു വാക്ക് തർക്കമുണ്ടായിരുന്നു. ഹോൺ അടിച്ചിട്ട് ബന്ധപ്പെട്ട് അത് അപ്പോൾ കഴിഞ്ഞ് പോയതാണ് രാവിലെ. പിന്നെ വൈകുന്നേരത്തെ സ്കൂൾ ട്രിപ്പായിട്ട് വരുമ്പോഴാണ് ഇവരെ വഴിയിൽ കട്ടമസാട് റോഡിൽ വെച്ച് കാണുകയും അവർ കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി നിർത്തി. വണ്ടി ഒതുക്കി നിർത്തി തന്നെ അവർ രണ്ടുപേരും കൂടി ആക്രമിക്കുകയുണ്ടായിരുന്നു. ഇരുമ്പടിക്കൊക്കെ തലക്കടിച്ച് അതുകൂടെ അത് ഇഷ്ടിക വെച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അടി കിട്ടിയപ്പോൾ ബോധം പോയി ഞാൻ പറമ്പിൽ വീഴുകയാണ് ചെയ്തത്. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. തലയെടുപ്പുള്ള ഗജവീരന്മാരും വർണ്ണക്കാവടികളും മേളവിസ്മയങ്ങളും ചേർന്നൊരുക്കിയ ഉത്സവലഹരി നുകരാൻ ആയിരങ്ങളാണ് എത്തിയത്. കാഴ്ചശേവേലിയിൽ പൂരത്തിലെ പങ്കാളികളായ നൂലുവള്ളി, ചെമ്പൂച്ചിറ ദേശങ്ങൾ 7 വീതം ഗജവീരന്മാരെ അണിനിരത്തി. തൃശൂർ പൂരം മാതൃകയിൽ ഒരുക്കിയ 1 മണിക്കൂർ നീണ്ട കുടമാറ്റവും നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ഡോക്ടർ TS വിജയൻ, മേൽശാന്തി PV മനോജ്, കീഴ്ശാന്തി MR ബൈജു എന്നിവർ കാർമ്മികരായി. കുഴൂർ മണ്ഡലം കോൺഗ്രസ് ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കുഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. കുഴൂരിൽ നടന്ന യോഗം നിയോജകമണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് താരിഖ് അൻവർ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ, സാജു മണവാളൻ, പോൾസൻ കുടിയൻ, E കേശവൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. വൈക്കം പരമേശ്വര അയ്യർ സ്മാരക ഗണിതശാസ്ത്ര പുരസ്കാരം പ്രശസ്ത ഗണിത ഗവേഷകനും 18ഓളം ഗണിത ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ ഡോക്ടർ V ബാലകൃഷ്ണ പണിക്കർക്ക് സമ്മാനിച്ചു. കേരള മാത്തമാറ്റിക്കൽ അസോസിയേഷനും മാധവ ഗണിത കേന്ദ്രവും ചേർന്ന് ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് കുട്ടനെല്ലൂർ ശ്രീ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് മാത്തമാറ്റിക്സ് ആൻഡ് ഡാറ്റാ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോളേജിൽ നടന്ന ചടങ്ങ് കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഡോക്ടർ കണ്ണൻ CS വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ PK വിജയൻ അധ്യക്ഷത വഹിച്ചു. കേരള മാത്തമാറ്റിക്കൽ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ PB വിനോദ് കുമാർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ചെയർ പ്രൊഫസർ ഡോക്ടർ G മധു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സംസ്കൃത വകുപ്പ് മേധാവി ഡോക്ടർ NK സുന്ദരേശൻ, കേന്ദ്ര സംസ്കൃത സർവകലാശാല FDP കോർഡിനേറ്റർ ഡോക്ടർ വിശ്വനാഥൻ, ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഭാരതപ്പുഴയുടെ ഒഴുക്കിനെപ്പറ്റി പഠനം നടത്തിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. 118 പേർ 9 ഭാഷകളിലായി ബൈബിൾ പകർത്തിയെഴുതുന്നു.
ചേറ്റുപുഴ കർമ്മലമാത ഇടവകയിലാണ് വ്യത്യസ്തമായ ബൈബിൾ പകർത്തിയെഴുത്ത് നടക്കുന്നത്. ചേറ്റുപുഴ കർമ്മലമാത ഇടവകയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 പേർ ബൈബിൾ പകർത്തിയെഴുതാൻ ഉദ്ദേശിച്ചായിരുന്നു തുടക്കം. എന്നാൽ കൂടുതൽ പേർ താൽപര്യപൂർവ്വം മുന്നോട്ട് വരികയായിരുന്നു എന്ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരുശ്ശേരിയിൽ പറഞ്ഞു. ആദ്യം ഞങ്ങൾ 25 പേര് 25 വർഷത്തോടനുബന്ധിച്ച് ബൈബിൾ എഴുതുവാൻ തീരുമാനമെടുത്തപ്പോൾ മറ്റനേകം ആളുകൾ ഞങ്ങൾക്കും എഴുതുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ 118 പേര് വിവിധങ്ങളായ ഭാഷകളിൽ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുക. ഇടവകാംഗങ്ങൾ തമ്മിലുള്ള അടുപ്പവും സ്നേഹവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് എന്ന് സിൽവർ ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ PV ആൻഡോ പറഞ്ഞു. ഈ ജൂബിലി വർഷത്തിൽ ഇടവക ജനം ഒന്നായി നിൽക്കാൻ, ഐക്യത്തിലും സ്നേഹത്തിലും ഉറപ്പിച്ചു നിർത്താൻ ഈ ഇടവക കൈക്കൊണ്ട ആദ്യത്തെ പ്രവർത്തനമാണ്, ജൂബിലി പ്രവർത്തനമാണ് ബൈബിൾ പകർത്തിയെഴുത്ത്. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലാണ് കൂടുതൽ പേരും ബൈബിൾ പകർത്തി എഴുതുന്നത്. എന്നാൽ തമിഴ്, കന്നഡ, ഹിന്ദി, സംസ്കൃതം, ജർമ്മൻ, ഫ്രഞ്ച് എന്നീ ഭാഷകളിലും വിവിധ വ്യക്തികൾ ബൈബിൾ പകർത്തി എഴുതുന്നുണ്ട്. പലരും ഇതിനോടകം എഴുതി കഴിഞ്ഞതായി കൺവീനർ ആശാ ജോർജ് പറഞ്ഞു. പ്രാർത്ഥനാ ചൈതന്യത്തിന്റെ നിറവിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ അവരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തിയതായിട്ടാണ് നമ്മൾക്ക് പറഞ്ഞു കേൾക്കുവാൻ സാധിച്ചത്. ഈ ബൈബിൾ എഴുതുന്നത് ഓരോരുത്തരും ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി ചെയ്ത് ഇതിനോടകം തന്നെ 35ഓളം പേരോളം ബൈൻഡ് ചെയ്യുകയും അത് സമർപ്പണത്തിന് യോഗ്യമാം വിധത്തിലാക്കുകയും ചെയ്തു. സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ദേവാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. മെയ് 1 നടക്കുന്ന ദേവാലയ പുനർകൂദാശ ചടങ്ങിൽ പകർത്തിയെഴുതിയ 118 ബൈബിളുകൾ അൾത്താരയിൽ സമർപ്പിക്കും. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് പലിശ മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉൾപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SDPI പ്രവർത്തകർ ധർണ നടത്തി. കോട്ടപ്പടി സെന്ററിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടറി TM അക്ബർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KH ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഡോക്ടർ PN മുഹമ്മദ് മുസമിൽ, ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് അത്താണി, ജബ്ബാർ അണ്ടത്തോട്, ഡോക്ടർ സക്കീർ ഹുസൈൻ ചേറ്റുവ, ഷഹീദ് ബ്ലാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് തുഷാര ഗിരീഷ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയുടെ വികസനത്തിന് മാത്രമായി 45,07,000 രൂപ ബജറ്റിൽ വകയിരുത്തി. പാർപ്പിട, മൃഗസംരക്ഷണ, ആരോഗ്യ മേഖലയ്ക്കും ബജറ്റ് ഊന്നൽ നൽകി. വിദ്യാഭ്യാസം, പശ്ചാത്തല വികസനം, പട്ടികജാതി, വനിതാ വികസനം തുടങ്ങിയ മേഖലകൾക്കും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ആമുഖ പ്രഭാഷണം നടത്തി. ഭവനം, ആരോഗ്യം എന്നീ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി മാള ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ഭവന പദ്ധതിക്ക് 4 കോടി, ഹെൽത്ത് സെന്ററിന് 1 കോടി, നെൽകൃഷിക്ക് 50 ലക്ഷം എന്നിങ്ങനെയാണ് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ അവതരിപ്പിച്ച ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. 14.49 കോടി രൂപ വരവും 13.21 കോടി രൂപ ചെലവും 1.2 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. യോഗത്തിൽ പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷയായി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് 12 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. നഗരസഭ ലൈബ്രറി അങ്കണത്തിലാണ് പുസ്തകോത്സവം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് മുൻമന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ M കൃഷ്ണദാസ്, KV വിവിധ്, KR സൂരജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത എഴുത്തുകാരായ രഘുനാഥനെയും ഭാര്യ രാജലക്ഷ്മി മാനഴിയെയും ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേരമ്പൽ രാമകൃഷ്ണൻ ആദരവ് നിർവഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, IP പോൾ, അഡ്വക്കേറ്റ് S അജി, വില്ലി ജിജോ, ജേക്കബ് പുലിക്കോട്ടിൽ, ഷിബു പുറത്തൂർ, KP രാധാകൃഷ്ണൻ, കുന്നമ്പത്ത് ബാലകൃഷ്ണൻ, സന്തോഷ് കോലഴി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന 3-ാം കല്ല് പാലത്തിനടിയിൽ തൊഴിലാളികൾക്കായി നിർമ്മിച്ച താൽക്കാലിക ശുചിമുറിയുടെ മാലിന്യം റോഡിലേക്ക് ഒഴുക്കിയതിനെതിരെ പ്രതിഷേധം. ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹ, വാർഡ് അംഗം ഷക്കീർ രായമരക്കാർ, സെക്രട്ടറി ഷിബു ദാസ് കൊമ്പേരി എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. ചാവക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വേലൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് നിധീഷ് ചന്ദ്രൻ അവതരിപ്പിച്ചു. ഭവന നിർമ്മാണം, കൃഷി, ശുചിത്വം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം, ആരോഗ്യം എന്നിവയ്ക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. ജലപര്യാപ്തമായ ഗ്രാമം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ബജറ്റിൽ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു.
കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 48 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചിങ്ങനാത്ത് കടവ് പാലം അപ്രോച്ച് റോഡ് നിർമ്മാണ പ്രവൃത്തിയുടെ സ്ഥലമേറ്റെടുക്കൽ നടപടി പുരോഗമിക്കുകയാണെന്ന് NK അക്ബർ MLA അറിയിച്ചു. സ്ഥലം ഉടമകൾക്ക് നഷ്ടപരിഹാരമായി 10.4 കോടി രൂപ അനുവദിച്ചതായും MLA പറഞ്ഞു. പദ്ധതി സംബന്ധിച്ച അവലോകന യോഗം ചാവക്കാട് റെസ്റ്റ് ഹൌസിൽ ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH സലാം, കൌൺസിലർമാരായ PI വിശ്വംഭരൻ, സീന, ഫബീന നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. വേലൂർ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, ബ്ലോക്ക് മെമ്പർ TM അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജമീല, രാജീവ്, KV അഷ്ന, ഷൈനി ജിബിൻ, വാർഡ് മെമ്പർ AG രഞ്ജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് മുരളി പെരുന്നെല്ലി MLA പദ്ധതി പ്രദേശം സന്ദർശിച്ചു. തൃശൂർ ജില്ലയിലെ കോൾനിലങ്ങളിൽ ഉപ്പുവെള്ള ഭീഷണി തടയുന്നതിനും മഴക്കാലത്ത് അധികം വരുന്ന ജലം കായലിലേക്ക് ഒഴുക്കിവിടുന്നത് നിയന്ത്രിക്കുന്നതിനും ആവശ്യമായിട്ടാണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. കാലപ്പഴക്കം മൂലം ഷട്ടറുകൾ ദ്രവിക്കുകയും പ്രവർത്തനങ്ങൾ സ്തംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ 5.04 കോടി എസ്റ്റിമേറ്റിൽ റെഗുലേറ്റർ പുതുക്കി പണിയാൻ തുടങ്ങിയത്. മാനുഷിക പ്രയത്നം കൊണ്ട് പ്രവർത്തിപ്പിച്ചിരുന്ന ഷട്ടർ ഇപ്പോൾ മോട്ടോർ ഘടിപ്പിച്ച നിമിഷങ്ങൾക്കുള്ളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയത്തക്ക വിധത്തിലാണ് നവീകരിക്കുന്നത് എന്നും MLA പറഞ്ഞു. കോൾനിലങ്ങളിൽ ഉപ്പുവെള്ളം ഭീഷണി തടയുന്നതിനും മഴക്കാലത്ത് അധികം വരുന്ന ജലം കായലിലേക്ക് ഒഴുക്കിവിടുന്നതിനും അതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ വിധത്തിലാണ് കേന്ദ്ര റെഗുലേറ്റർ ചെയ്യുന്നത്. കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ ഷട്ടറുകൾ ദ്രവിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗവൺമെൻറ് 8 കോടി എസ്റ്റിമേറ്റിൽ ഈ ഇടിയഞ്ചിറ റെഗുലേറ്റർ പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂഹി സിംഗ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ C അതുൽ, കരാർ കമ്പനി ഉദ്യോഗസ്ഥർ എന്നിവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പുത്തൻപീടിക തണ്ടാശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവവും കളമെഴുത്തുപാട്ടും ആഘോഷിച്ചു. പൂനാരി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ 51 കലാകാരന്മാർ അണിനിരന്ന നടപ്പുരമേളവും കൂട്ടിയെഴുന്നള്ളിപ്പും നടത്തി. കൊമ്പൻ ചീരോത്ത് രാജീവ് ദേവിയുടെ തിടംപേറ്റി. കരുമാത്ര വിജയ് ശാന്തി മുഖ്യ കാർമ്മികനായി. പ്രസാദഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രസിഡന്റ് TS അനിൽകുമാർ, സെക്രട്ടറി ശ്രീദേവി മനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് TG സുരേന്ദ്രനാഥ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,820 രൂപ, പവന് 1,18,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഉത്സവത്തിനൊരുങ്ങി ഗുരുപവനപുരി. ആനയോട്ടവും കൊടിയേറ്റവും ശനിയാഴ്ച. തത്വകലശാഭിഷേകം നടന്നു. അത്താണി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം യുവ ഡോക്ടറെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിക് വിഭാഗം ഡോക്ടർ മുഹമ്മദ് റയാനാണ് മരിച്ചത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. എരയാംകുടി സ്വദേശി വിവേകിനാണ് പരിക്കേറ്റത്.
ചാലക്കുടി മോതിരക്കണ്ണിയിൽ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ തുടർച്ചയായി ആനയിറങ്ങുന്നതോടെ ഭീതിയിൽ പ്രദേശവാസികൾ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.